എല്ലാ വർഷത്തിലും കർക്കിടക മാസത്തിൽ പൂങ്കുടിൽ മനയിൽ വെച്ച് നടക്കുന്ന പരിപാടിയാണ് മഴനിലാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണത്തേത് 12ാമത്തെ മഴനിലാവായിരുന്നു. എല്ലാ തവണയും, അതായത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം മിക്കവാറും എല്ലാ തവണയും ഞാനും ഇതിന് പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ പോവാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയമ്മമാരായാലും എല്ലാവരും അവിടേക്ക് പോവാറുണ്ട്. അപ്പോൾ അവിടെ ആദ്യമൊക്കെ പൂങ്കള താലപ്പൊലി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നടക്കാറുണ്ടായിരുന്നു. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് എല്ലാ തവണയും അവരുടെ കൂടെ ഞാനും പോയി തുടങ്ങിയത്. പിന്നെ സാധാരണ അവിടെ പ്രഭാഷണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അതായത് സമൂഹത്തിലെ പല മേഖലയിലുള്ള ആളുകളും കൂടെ അവിടെ ഒരു ദിവസം ഒത്തുകൂടുകയാണ്. അവിടെ നൃത്തവും സംഗീതവും അതുപോലെ തന്നെ സംഭാഷണങ്ങൾ, നാടകങ്ങൾ, പിന്നെ പരസ്പരമുള്ള പറച്ചിലുകൾ, അങ്ങനെയുള്ള ഒരു ദിവസമാണ് മഴനിലാവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് കഞ്ഞിയും പുഴുക്കും. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു ദിവസം ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്ന എല്ലാവർക്കും ഭക്ഷണമായിട്ട് കൊടുക്കുന്നതാണ് കഞ്ഞിയും പുഴുക്കും. അതും തന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ തവണ പോയി കഴിഞ്ഞാലും അതും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും തിരിച്ചു പോരാറുള്ളത്. ഇത്തവണ എന്തായാലും കുറച്ച് വിപുലമായിട്ടാണ് പരിപാടികളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആളും കൂടുതലായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന് ആദ്യം കുറേ സംഭാഷണങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരു ഒറ്റയാൾ നാടകം ഉണ്ടായിരുന്നു. അതിലെ അധികാരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കഞ്ഞിയും അതുപോലെ തന്നെ പുഴുക്കും അച്ചാറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടാണ്, നല്ല ചൂട് കഞ്ഞിയായിരിക്കും കേട്ടോ. അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത്തവണ എന്ന് പറയുന്നത് വരുന്ന ആളുകൾ, അതായത് ഗസ്റ്റായിട്ട് വരുന്ന ആളുകൾ കുറച്ചും കൂടെ അറിയപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും തിരക്ക് ഇപ്രാവശ്യം ഉണ്ടായതെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ടി.പി. രാമചന്ദ്രൻ വക്കീലിൻ്റെ ഒരു അനുസ്മരണവും കൂടെ ആയിരുന്നു ഈ ഒരു പരിപാടീൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം വരെ ഈ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആ വക്കീൽ. ഞാനും തന്നെ കഴിഞ്ഞ തവണയൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. പിന്നീട് മൻസിയയുടെയും അതുപോലെ തന്നെ അവർ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികളുടെയൊക്കെ ചേർന്നിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസിക്കൽ ഡാൻസ്. ഞാനും തന്നെ അത് ഫുള്ളായിട്ട് കാണാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ അവർ അവിടെ അവതരിപ്പിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചങ്ങമ്പുഴേൻ്റെ ഒരു കവിത അവിടെ ഒരു ഭരതനാട്യം നൃത്താവിഷ്കാരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി എന്ന് പറയുന്ന ആ പാട്ടിനായിരുന്നു അവർ ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തീമിലുള്ള ഡാൻസുകളാണ് അവരവിടെ അവതരിപ്പിച്ചിരുന്നത് കേട്ടോ. അവരുടെ ആ ഒരു ഗ്രേസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഓരോ മൊമെൻ്റ് ആയാലും ഭാവങ്ങളായാലും ഓരോ സ്റ്റെപ്സും അവർ അത്രയും ക്ലിയർ ആയിട്ടാണ് അവർ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടികളായാലും കുറച്ച് ഏജുള്ള കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. പല ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവരൊക്കെ ഒരുപോലെ തന്നെ വളരെ കൃത്യമായിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് അവർ ആ ഒരു ടൈമിൽ ആ ഡാൻസ് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ഡാൻസും ഞാനവിടെ ആസ്വദിച്ചിരുന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം നിന്ന് മടുത്തപ്പോൾ ബാക്കിലേക്ക് സീറ്റ് കിട്ടിയപ്പോൾ അങ്ങനെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്ന സമയത്ത് കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറേ പേര് ഭക്ഷണം കഴിക്കാനൊക്കെ പോയ സമയത്താണ് സീറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം മൻസിയ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. അവർ പ്രിപ്പയർ ചെയ്ത് വന്ന എല്ലാം അവർക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടൈമിൻ്റെ ഒരു ലാഗ് വന്നതുകൊണ്ട്, ടൈമില്ലാത്തതുകൊണ്ട് ആ ഒരു ഡാൻസ് അവർ പ്രിപ്പയർ ചെയ്ത ഫുള്ളും അവർക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒന്നും കൂടെ ഉണ്ടായിരുന്നു. ഇനി പിന്നീടുള്ള ഒരു അവസരത്തിലൊക്കെ അത് അവതരിപ്പിക്കാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആണ്
അവരവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും അവിടെ അതായത് നെക്സ്റ്റ് ഡേ പുലർച്ചെ ഒരു 6 മണിയോളം വരെ അവിടെ ഓരോ പരിപാടികൾ നടക്കും കേട്ടോ. നാടകങ്ങളായിട്ടും അതുപോലെ തന്നെ പാട്ടും പറച്ചിലും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ട്. പിന്നെ അതുപോലെ ആ ഡാൻസ് അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും അവിടുന്ന് പൂങ്കളയുടെ വക കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ.